ഇങ്ങോട്ട് ഇങ്ങനെ തന്നെ ഇനി ഇങ്ങോട്ട് പോകാം. മനസ്സിലായോ? തല ഇവിടെ തന്നെ. പക്ഷേ സാവകാശിൻ്റെ കയറേണ്ടി വരും രണ്ടുപേര്. നിങ്ങൾ രണ്ടുപേരോട് പിടിച്ച് ഞാൻ പറയാം. അതിലെടുക്കുക. മാറ്റി ഞാൻ പറഞ്ഞു. ശ്രമിക്കുന്നല്ലേ ഇതൊക്കെ അങ്ങോട്ട് കയറി ശ്രദ്ധിക്കുന്നു. ഒരു മിനിറ്റ് കൊച്ചുമക്കളെ കൂടി ഇവിടുന്ന് വിട്ടാട്ടെ. അവർ വരട്ടെ. ഇവിടെ നിൽക്കുന്നവർ ഈ സെക്കൻഡ് റോ ഞാൻ പറഞ്ഞിട്ട് വന്ന് നിന്നാൽ മതി. ഇവർ പിള്ളേരൊന്ന് കയറിക്കണം, മാറിക്കട്ടെ. നിങ്ങളൊന്ന് അങ്ങോട്ട് കയറിയുന്നു, സാരമില്ല, തൽക്കാലത്തേക്ക് കയറിയുന്നു. എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം എന്തൊരുകം സോദരരെ എന്തിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്ദ്രമേറും വേദിയാകെ ചീഞ്ഞഴിഞ്ഞോ ദ്രവിച്ചിടുന്നു. നീച്ചവനെ മണ്ണിലെ കയക്കുന്നു. സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു. സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. ഓഴേക്കോ മുഴുവനും ഇരയാവാനയക്കുന്നു. നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദേ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. നമ്മുടെ വിശ്വാസമനുസരിച്ച് പുരുഷനും സ്ത്രീയും മണവാട്ടി സഭയുടെ ഭാഗമാണ്. മണവാളനായ കർത്താവിനെ കാണുവാനായി മണവാട്ടി സഭ പ്രിയപ്പെട്ടവരെ ഒരുക്കി വിടുന്നതിൻ്റെ ഭാഗമാണ് മുഖം മറയ്ക്കുന്നത്. നമ്മുടെ കർത്താവായ നിത്യമണവാളനെ കാണുമെന്നുള്ള പ്രത്യാശയോടെയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. മൂന്ന് പേര് നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളിച്ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരേ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു.
പലതര മതന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികളുടെ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ടും സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നെ ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിധിയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചഞ്ചാടുന്നതെന്തിന്? ദൈവിക സംഗീതക്കാരനാ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ വാടിപ്പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പുത്തു വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്ക. ഇത് നിമിത്തമായി മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിനുടേവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോറാനേശുമശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ എന്തുകൊണ്ടെന്നാണ് ശക്തിയും പിതാവായി സർവശക്തനായി സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകാപുത്രനും മുഖാന്തരമായും മനുഷ്യ
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും സ്നേഹിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനിസ്തുലമായ പാപമോചനത്തുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനത ഞങ്ങളുടെ വർഗത്തിന് മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങി സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനം മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷയെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. സമയം കണ്ടെത്തി വന്ന ബേബി ജോണച്ചനോടും റോണി അച്ഛനോടും ലിൻഡു അച്ഛനോടും സ്നേഹം അറിയിക്കട്ടെ. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആണ് ഈ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥന എന്ന് അറിയിക്കട്ടെ. വൈകിട്ടാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രത്യേകം അറിയിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ സമാപനവുമുണ്ട്. എന്നാൽ എല്ലാം ഒരുമിച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കറക്റ്റ് സമയം ഞാൻ വാട്സപ്പിനകത്ത് രേഖപ്പെടുത്തുന്നതുമായിരിക്കും. എല്ലാവർക്കും ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാവുന്നതാണെന്ന് അറിയിക്കുന്നു. ഇവിടെ നിൽക്കുന്നവർ ദയവായി മാറുക. ഇനി കാര്യങ്ങൾ ചെയ്യാനുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. ഭവനാംഗങ്ങൾക്ക് പള്ളിക്കകത്തേക്ക് പോകാം. നിങ്ങളെ അവിടെ വന്ന് ആൾക്കാർക്ക് കാണുന്നതായിരിക്കും സൗകര്യം എന്നറിയിക്കുന്നു. സാവകാശം ഇവിടെ നിൽക്കുന്നവർ എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്താൽ തലക്കിലും കാൽക്കിലും ഓരോരുത്തർ നിൽക്കണം. ഇവിടെ നിൽക്കുന്നവർ കൂടാതെ തലക്കിൽ ഒരാൾ അങ്ങോട്ട്, ഒരാൾ അങ്ങോട്ട് നിന്നാട്ട്. സാമങ്ങ് മുന്നോട്ട്, സാമങ്ങ് തലയ്ക്ക് നിൽക്കണം. ഞാൻ പറയാം. ആദ്യം മുടിയന്തി വെച്ചു ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നോക്കി. ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഇല്ല, തലയുടെ തല മാറ്റിയാൽ മതി. നോക്കിയിട്ട് നോക്കിയാൽ അധികം എല്ലാം ഒരുപോലെ അവിടെ ഇട്ടോ കുഴപ്പമില്ല. ഇനി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മൊബൈലൊന്നും ഇല്ലല്ലോ. സാമും ഇവിടെ നിൽക്കണം. എന്നിട്ട് ബിനോയ് നിങ്ങൾ രണ്ടും കൂടി ഇത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ തയ്യാറെ പിടിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും മേലിക്കരിക്കും. നമ്മൾ കാണുമ്പോൾ ശരിയായിട്ട് തോന്നില്ല, പക്ഷേ ശരിയായിരിക്കും. നിങ്ങളിത് എടുത്തോ, കണക്ട് ചെയ്ത് പറയാൻ
ഒരു മിനിറ്റ്. രണ്ട് സൈഡിൽ കയറിൻ്റെ തുല്യ നീളമാണോ? ശരി. ഇടയ്ക്ക് ദയവ് ചെയ്ത് ഒരാൾ സംസാരിക്കരുത്. കാലും തല ഒരുപോലെ മാത്രം ഇടയ്ക്ക്. ഇടയ്ക്ക് ഒരു കമൻറ്റും പറയരുത്. അവകാശം. തലയുടെ അവിടെ നോക്കി ഇറക്കണേ. കാലിറക്കി ഒരുമിച്ച്. കാലും തല ഒരുപോലെ. കാലിലൂടെ ഇറക്കി. കാലും തല ഒരുപോലെ ഇറക്കി. നിങ്ങൾ നോക്കി ഇറക്കി. ബാലൻസ് പോട്ടെ. ആ മതി. സാവകാശം. കാലിൻ്റെ അവിടെ ഒരുപോലെ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തെ ഓരകര വിഷപ്പല്ലുതകന്നതാകയ ഇനി തെല്ലോ ഭയമെന്നെ മൃത്യുവിന് നമ്മൾ വെല്ലോ വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഗോപിയാട്ടെ